ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വിജയകൃഷ്ണ ജ്വല്ലറി പുനലൂർ, പവിത്രം ജ്വല്ലറി പുനലൂർ, പാലിത്ര ഫാഷൻ ജ്വല്ലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP ഫാൻസി ഐറ്റംസ്. ദേവ സ്റ്റാർ ഹോംസ് പുനലൂർ. ഇനിയെന്നും ഗൃഹോപകരണങ്ങൾ പലിശരഹിത വായ്പയിലൂടെ സ്വന്തമാക്കാൻ അവസരം. വൈറ്റ് മാർട്ട്, സൗത്ത് ഇന്ത്യസ് ലാർജസ്റ്റ് ഹോം അപ്ലയൻസസ് റീറ്റെയിൽ നെറ്റ്വർക്ക്. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ് എല്ലാ പ്രമുഖ കമ്പനികളുടെയും എയർ കണ്ടീഷണറുകൾ, ടെലിവിഷനുകൾ, റെഫ്രിജറേറ്ററുകൾ, പെയറുകൾ ഇവിടെ നിന്നും മിതമായ വിലയിൽ ലഭ്യമാണ്. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ്, SBT സമീപം, മെയിൻ റോഡ്, പുനലൂർ. Extract of nature. Samiya's Wedding Arcade, SBT Building, Velakudi, Kunnikode. Revati Furniture, Agasthyakode, Anchal. Phone 0475 2273 634. തേക്ക്, ഈട്ടി മുതലായ തടികളിൽ നിർമ്മിച്ച ഫർണിച്ചറുകൾ മിതമായ വിലയ്ക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ. രേവതി ഫർണിച്ചർ, അഗസ്ത്യക്കോട്, അഞ്ചൽ. ഞങ്ങളുടെ സഹോദര സ്ഥാപനം രേവതി സാമിൽ ആൻഡ് ടിംബർ വർക്ക്സ്, ഗുരുക്ഷേത്രത്തിന് സമീപം, അഗസ്ത്യക്കോട്, അഞ്ചൽ. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സുജിത് പത്മനാഭൻ. പ്രധാന വാർത്തകൾ. 2017 മാർച്ചിൽ പുനലൂർ ചെങ്കോട്ടപ്പാതയിൽ ട്രെയിൻ ഓടുമെന്ന റെയിൽവേ. എറണാകുളം പുനലൂർ പാസഞ്ചറിനും സാധ്യത. ഇടവൺ ആനപ്പെട്ട കൊങ്കൽക്കാവിൽ മോഷണം പോയത് 50-ൽ പരം വിളക്കുകൾ. പത്തനാപുരം വാഴപ്പാറ കുടിവെള്ള പദ്ധതിയുമായി പഞ്ചായത്ത് അംഗം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നെന്ന പരാതി. പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് പഞ്ചായത്ത് അംഗമെന്നും ആക്ഷേപം. വാർത്തകൾ വിശദമായി. 2017 മാർച്ചിൽ പുനലൂർ ചെങ്കോട്ടപ്പാതയിൽ ട്രെയിൻ ഓടുമെന്ന റെയിൽവേ ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ സുധാകർ റാവു. ഗേജുമാറ്റ ജോലികൾ വിലയിരുത്തുവാൻ മാസത്തിലൊരിക്കൽ പാതയിൽ പരിശോധന നടത്തുവാനും തീരുമാനം. പുനലൂർ ചെങ്കോട്ട ഗേജ് മാറ്റപ്പണികൾ വിലയിരുത്താൻ മാസത്തിലൊരിക്കൽ ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പാതയിൽ പരിശോധന നടത്താൻ റെയിൽവേ തീരുമാനം. 2017 മാർച്ചിൽ ട്രെയിൻ ഓടുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ലെന്ന് വെള്ളിയാഴ്ച പാത സന്ദർശിച്ച ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ സുധാകർ റാവു പറഞ്ഞു. കമ്മീഷനിംഗ് ഓഫ് ദിസ് സെക്ഷൻ ചെങ്കോട്ട പുനലൂർ by this year ending. How is the work progressing? Work progressing, all right, okay. Works are in shape. By I think March and all we should be able to complete. വെള്ളിയാഴ്ച രാവിലെ 11 മണിക്ക് തെന്മലയിലെത്തിയ അദ്ദേഹം ഇടമൺ റെയിൽവേ സ്റ്റേഷൻ, ഒറ്റക്കൽ, തെന്മല MSL പുതിയ തുരങ്കം, ആര്യങ്കാവ് ന്യൂ സ്റ്റേഷൻ എന്നിവിടങ്ങൾ സന്ദർശിച്ചു. ഏറ്റവും ഒടുവിൽ ചുമതലയേറ്റ സുധാകർ റാവു ഇത് 2ാം തവണയാണ് പരിശോധനയ്ക്ക് തെന്മലയിലെത്തുന്നത്. പുതിയ തുരങ്കത്തിന്റെ പണികൾ പൂർത്തിയാക്കാൻ കരാറുകാർ 2 മാസം കൂടി സമയം ആവശ്യപ്പെട്ടപ്പോൾ നവംബർ പകുതിയോടെ തുരങ്കത്തിന്റെ പണികൾ തീർത്തിരിക്കണമെന്ന് ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ രൂക്ഷമായ ഭാഷയിൽ കരാറുകാരോട് പറഞ്ഞു. എന്നാൽ കാലവർഷം കാര്യമായി ലഭിക്കാത്തതിനാൽ പണികൾ തടസ്സപ്പെട്ടില്ലെങ്കിലും തുലാവർഷം കാര്യമായി ലഭിച്ചാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ബുദ്ധിമുട്ടിലാകും. ഇതും റെയിൽവേയെ ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറോടൊപ്പം നിർമ്മാണ വിഭാഗം ചീഫ് എഞ്ചിനീയർ രവീന്ദ്രബാബു, ഡെപ്യൂട്ടി എഞ്ചിനീയർ രാജേന്ദ്രൻ എന്നിവരും പരിശോധനയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തെന്മല. BJP ആഹ്വാനം ചെയ്ത ഹർത്താൽ പത്തനാപുരത്ത് പൂർണ്ണം. ജനജീവിതത്തെ ഹർത്താൽ പ്രതികൂലമായി ബാധിച്ചു. കടകമ്പോളങ്ങൾ ഒന്നും തന്നെ തുറന്നില്ല. KSRTC ബസ്സുകളും സർവീസ് നടത്തിയില്ല. ഇരുചക്ര വാഹനങ്ങളും ഏതാനും ചില സ്വകാര്യ വാഹനങ്ങളും മാത്രമായിരുന്നു നിരത്തിലിറങ്ങിയത്. BJP നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച രാവിലെ പ്രതിഷേധ പ്രകടനവും നടന്നു. നെടുമ്പറമ്പിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ടൗൺ ചുറ്റി സെൻട്രൽ ജംഗ്ഷനിൽ സമാപിച്ചു. BJP നിയോജകമണ്ഡലം പ്രസിഡന്റ് വില്ലൂർ സന്തോഷ്, RSS ജില്ലാ സഹകാര്യവാഹക് P. അനിൽകുമാർ, RSS താലൂക്ക് കാര്യവാഹ്
ആർ ചമ്പു, കർഷക മോർച്ച ജില്ലാ പ്രസിഡന്റ് സുഭാഷ് പട്ടാഴി തുടങ്ങിയവർ സംസാരിച്ചു. കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് വിശേഷിപ്പിക്കാൻ സാധ്യമല്ല. കേവലം മാർക്സിസ്റ്റ് പാർട്ടിയുടെ മാത്രം മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയന്റെ മണ്ഡലത്തിൽ പിണറായി വിജയന്റെ സഖാക്കന്മാർ ആഹ്ലാദ പ്രകടനത്തിനു വേണ്ടി അവർ ആ ആഹ്ലാദ പ്രകടനം നടത്തുമ്പോൾ BJP പ്രവർത്തകന്മാർക്ക് നേരെയും BJP കേന്ദ്രങ്ങൾക്ക് നേരെയും എറിയാൻ വേണ്ടി കൊണ്ടുപോയ ബോംബ് അവരുടെ വാഹനത്തിലിരുന്ന് പൊട്ടിയതിന്റെ ഫലമായി ഒരു CPM പ്രവർത്തകൻ മരിച്ചപ്പോൾ തുടങ്ങിയതാണ് കേരളത്തിൽ ഇവർ ഈ അക്രമ പരമ്പര. ഏതാണ്ട് 18-19 പ്രവർത്തകന്മാർ ഈ സർക്കാർ അധികാരത്തിലേറി കഴിഞ്ഞിട്ട് സംഘപ്രസ്ഥാനങ്ങൾക്ക് നഷ്ടമായിരിക്കുന്നു. നമ്മുടെ ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നോക്കിയാൽ തിരുവനന്തപുരത്ത് നേമം മണ്ഡലത്തിൽ O രാജഗോപാൽജി ജയിച്ച നേമം മണ്ഡലത്തിൽ നിന്ന് തുടങ്ങി കാസർഗോഡ് വരെ അവർ തേർവാഴ്ച നടത്തിയിരിക്കുകയാണ്. പ്രതിഷേധ പ്രകടനത്തിന് BJP നേതാക്കളായ കറവൂർ കണ്ണൻ, അജി ശേഖർ, സുജി കവലയിൽ, മഞ്ചള്ളൂർ സതീഷ്, J രമേശൻ, എലിക്കാട്ടൂർ രാജേന്ദ്രൻ, വിഷ്ണു പുന്നക്കര, രമേശ് മേലില, കൃഷ്ണകുമാർ, കവലയിൽ മോഹനൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പത്തനാപുരം മഞ്ചള്ളൂർ പള്ളിമുക്ക് പാതയിലെ പെരുമാട്ടുണ്ണി പാലത്തിന്റെ അപ്രോച്ച് റോഡ് നിർമ്മാണം അരച്ചുതീർത്തു. റോഡ് നിർമ്മാണവും നിലച്ചു. ഏനാത്ത് മഞ്ചള്ളൂർ മിനി ഹൈവേയുടെ നിർമ്മാണത്തിനിടയിലാണ് പാതയിലെ 2 പാലങ്ങൾ പുനർനിർമ്മിക്കാൻ തീരുമാനിച്ചത്. ഇതിൽ മാലൂർ കോളേജിന് സമീപത്തെ പാലവും അപ്രോച്ച് റോഡും നിർമ്മിച്ചിട്ട് വർഷങ്ങളായി. പെരുമാട്ടുണ്ണി പാലത്തിന്റെ നിർമ്മാണം 2 വർഷം മുമ്പ് പൂർത്തിയായെങ്കിലും അപ്രോച്ച് റോഡ് നിർമ്മാണം പാതി വഴിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു. വകുപ്പുകൾ തമ്മിലുള്ള ശീതസമരവും നിർമ്മാണം നിലയ്ക്കാൻ കാരണമായി. റോഡിന് സമീപത്തെ ട്രാൻസ്ഫോർമർ മാറ്റി സ്ഥാപിക്കാൻ പൊതുമരാമത്ത് വകുപ്പ് KSEBയോട് ആവശ്യപ്പെട്ടെങ്കിലും തയ്യാറായില്ല. ബില്ല് മാറാനുള്ള കാലതാമസം കൂടിയായതോടെ കരാറുകാരൻ മെറ്റൽ പാകിയ റോഡിന്റെ പണി ഉപേക്ഷിച്ച് പോവുകയായിരുന്നു. തലവൂർ പട്ടാഴി ഭാഗത്തുള്ളവർക്ക് പത്തനാപുരം നഗരത്തിലെത്താതെ പുനലൂർ ഭാഗത്തേക്ക് പോകാനുള്ള എളുപ്പമാർഗമാണ് ഈ പാത. നഗരത്തിൽ അപകടങ്ങളോ ഗതാഗത സ്തംഭനമോ ഉണ്ടാകുമ്പോൾ വാഹനങ്ങൾ തിരിച്ചുവിടുന്നതും ഈ വഴിയാണ്. മെറ്റലുകൾ ഇളകി റോഡ് തകർന്നതിനാൽ ഇരുചക്രവാഹനങ്ങൾ ഉൾപ്പെടെ അപകടത്തിൽപ്പെടുന്നതും നിത്യസംഭവമാണ്. നിർമ്മാണ സാമഗ്രികൾ ഇറക്കിയിട്ടിരിക്കുന്നതിനാൽ സമീപത്തെ തോട്ടിലെ നീരൊഴുക്കും നിലച്ചിരിക്കുകയാണ്. റോഡിന്റെ നിർമ്മാണം പൂർത്തിയാക്കാത്തതിനാൽ പ്രത്യക്ഷ സമരങ്ങൾക്കൊരുങ്ങുകയാണ് പ്രദേശവാസികൾ. ലൈവ് വാർത്ത, പത്തനാപുരം. പുനലൂരിലേക്ക് പുതിയ ട്രെയിൻ സർവീസ് ആരംഭിക്കുവാൻ സാധ്യത. എറണാകുളത്ത് നിന്നും പുനലൂരിലേക്കും തിരികെയുമുള്ള പ്രതിദിന ട്രെയിനാണ് റെയിൽവേയുടെ പരിഗണനയിലുള്ളത്. എറണാകുളത്ത് നിന്നും പുലർച്ചെ 4:10 പുറപ്പെട്ട് 9:10 പുനലൂർ എത്തുകയും തിരികെ പുനലൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോവുകയും ചെയ്യുന്ന പ്രതിദിന സർവീസ് ആരംഭിക്കാനാണ് റെയിൽവേ ആലോചിക്കുന്നത്. കൊല്ലം MP NK പ്രേമചന്ദ്രൻ റെയിൽവേ ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് തീരുമാനം. 2017 മാർച്ചോടെ ബ്രോഡ്ഗേജിന്റെ നിർമ്മാണം പൂർത്തിയാക്കി ചെങ്കോട്ട വരെ സർവീസ് നീട്ടിയേക്കും. ബ്രോഡ്ഗേജ് നിർമ്മാണം പൂർത്തിയാകുന്ന മുറയ്ക്ക് കൊല്ലം വേളാങ്കണ്ണി എക്സ്പ്രസ്, കൊല്ലം തിരുനെൽവേലി പാസഞ്ചർ, കൊല്ലം ചെങ്കോട്ട പാസഞ്ചർ, കൊല്ലം ചെന്നൈ എഗ്മോർ മെയിൽ, കൊല്ലം കോയമ്പത്തൂർ ഫാസ്റ്റ് പാസഞ്ചർ എന്നിവയും പാതയിലൂടെ ഓടും. ന്യൂസ് ബ്യൂറോ, പുനലൂർ. സ്വർണം വാങ്ങാൻ പോകുന്നു എങ്കിൽ ഇടിമണ്ണിക്കൽ ജ്വല്ലറിയിൽ നിന്ന് തന്നെ വാങ്ങൂ. അതാ ബുദ്ധി. BIS ഹാൾമാർക്കുള്ള 916 ആഭരണങ്ങൾ ലഭിക്കുന്ന ഇടിമണ്ണിക്കൽ ജ്വല്ലറി. അതാ ബുദ്ധി. എനിക്ക് നേരിട്ട് അറിയാവുന്നതാ ഇടിമണ്ണിക്കൽ സ്വർണത്തിന്റെ മഹിമ. സ്വർണം വാങ്ങുന്നെങ്കിൽ ഇടിമണ്ണിക്കൽ സ്വർണം തന്നെ വാങ്ങൂ. അതാ ബുദ്ധി. ഇടിമണ്ണിക്കൽ ജ്വല്ലറി. അതാ ബുദ്ധി. ഇടിമണ്ണിക്കൽ ജ്വല്ലറി, പുനലൂർ, റാന്നി, ചിറ്റാർ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കുട്ടുതറ. അതാ ബുദ്ധി. വൈറ്റ് പെൽ ഫാഷൻ ഡെസ്റ്റിനേഷൻ. സാരി, ചുരിദാർ മെറ്റീരിയൽസ്, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, പാർട്ടി വെയർ തുടങ്ങി ക്വാളിറ്റി ടെക്സ്റ്റൈൽസ് ഉൽപ്പന്നങ്ങൾ. വൈറ്റ് പെൽ ഫാഷൻ ഡെസ്റ്റിനേഷൻ, മെയിൻ റോഡ്, പുനലൂർ. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, ടൈൽസ്, പാരിവെയർ, പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ്, ആക്സസറീസ്, ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? ഇതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ. കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ. പവിത്രമായ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാകുന്നത് സ്വപ്നം കാണാത്തവരാരുണ്ട്? ട്രഡീഷണൽ ആൻഡ് ട്രെൻഡി ഡിസൈൻസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ഏവർക്കും സ്വാഗതം. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. കഴിഞ്ഞ 32 വർഷമായി പ്രവർത്തിച്ചു വരുന്ന ദേവി ഇലക്ട്രിക്കൽ ഏജൻസീസിന്റെ ടൈൽസ് ആൻഡ് ഗ്രാനൈറ്റ് ഡിവിഷന്റെ നവീകരിച്ച ഷോറൂം. 25,000 സ്ക്വയർ ഫീറ്റിൽ വിസ്തൃതമായ ടൈൽസ്, ഗ്രാനൈറ്റ്, സാനിറ്ററി വെയർ, പ്ലംബിംഗ് ഐറ്റംസ് എന്നിവയുടെ ഡിസ്പ്ലേ. ദേവി ടൈൽസ് ആൻഡ് ഗ്രാനൈറ്റ്സ്, പെട്രോൾ പമ്പിന് എതിർവശം, MC റോഡ്, ഏനാട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ കേരള കോൺഗ്രസ് എം സായാഹ്ന ധർണ സംഘടിപ്പിച്ചു.
പാർട്ടി സംസ്ഥാന സെക്രട്ടറി അറക്കൽ ബാലകൃഷ്ണപിള്ള സമരം ഉദ്ഘാടനം ചെയ്തു. പുനലൂർ KSRTC ജംഗ്ഷനിൽ സംഘടിപ്പിച്ച ധർണയ്ക്ക് നിയോജക മണ്ഡലം പ്രസിഡന്റ് തടിക്കാട് ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി അറക്കൽ ബാലകൃഷ്ണപിള്ള സമരം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ സംബന്ധിക്കുന്നിടത്തോളം കേരള കോൺഗ്രസ് പാർട്ടിയുടെ ആവിർഭാവം തന്നെ കേരളത്തിലെ കർഷകരുടെ താല്പര്യവും കേരളത്തിലെ കാർഷിക മേഖലയുടെ സംരക്ഷണവും തന്നെയാണ്. 1964 ഈ പാർട്ടി രൂപം കൊള്ളുമ്പോൾ തന്നെ അന്ന് കേന്ദ്രത്തിൽ ഭരണം നടത്തിക്കൊണ്ടിരുന്ന കോൺഗ്രസ് പാർട്ടി ഉത്തരേന്ത്യൻ മേധാവിത്വത്തിന് അനുകൂലമായി കേരളത്തിലെ കാർഷിക മേഖലയെ തകർക്കുവാൻ ശ്രമിച്ചപ്പോൾ, അല്ലെങ്കിൽ ഇവിടുത്തെ താല്പര്യം സംരക്ഷിക്കുവാൻ തയ്യാറാകാതെ വന്നപ്പോൾ 15 കോൺഗ്രസ് MLA മാറി നിന്നുകൊണ്ട് കേരളത്തിലെ കാർഷിക മേഖലയെ സംരക്ഷിക്കുവാൻ വേണ്ടി രൂപം കൊടുത്ത പാർട്ടിയാണ് കേരള കോൺഗ്രസ്. അന്ന് മുതൽ ഇന്ന് വരെ ഈ പാർട്ടിയെ സംബന്ധിക്കുന്നിടത്തോളം എവിടെ ഒരു കർഷകന്റെ താല്പര്യത്തിന് ഹാനി വരുന്നുവോ, അല്ലെങ്കിൽ അവരുടെ താല്പര്യം സംരക്ഷിക്കുവാൻ ഏതെങ്കിലും ഭാഗത്ത് വീഴ്ചയുണ്ടായാൽ അതിനെതിരെ പടപൊരുതുവാൻ നിൽക്കുന്ന ഒരു പ്രസ്ഥാനമായി കേരള കോൺഗ്രസ് മാറിയിട്ടുണ്ട്. ജില്ലാ പ്രസിഡന്റ് ബെന്നി കക്കാട് മുഖ്യപ്രഭാഷണം നടത്തി. കേരള കോൺഗ്രസ് എം നേതാക്കളായ എബ്രഹാം മാത്യു, മാമ്പഴത്തറ ചന്ദ്രശേഖരൻ, SM ഷെരീഫ്, സോമശേഖരപിള്ള, ഡാനിയൽ ജോൺ, അനിൽ മണിയാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കാലവർഷക്കെടുതിയിൽ ഗതാഗത യോഗ്യമല്ലാതായി തീർന്ന പുനലൂർ മണ്ഡലത്തിലെ റോഡുകളുടെ പുനരുദ്ധാരണത്തിന് 48 ലക്ഷം രൂപ അനുവദിച്ചു. ആര്യങ്കാവ്, ഇടമുളയ്ക്കൽ, ഏരൂർ, അഞ്ചൽ, കരവാളൂർ എന്നിവിടങ്ങളിലെ റോഡുകളുടെ പുനരുദ്ധാരണത്തിനാണ് തുക അനുവദിച്ചത്. ആര്യങ്കാവ് പഞ്ചായത്തിലെ ആര്യങ്കാവ് കടമാൻപാറ റോഡ്, ഇടമുളയ്ക്കൽ പഞ്ചായത്തിലെ ഈടത്തോട് പുന്നക്കാട് എസ്റ്റേറ്റ് റോഡ്, തെമ്മല പഞ്ചായത്തിലെ ഉറുകുന്ന് കനാൽ പെട്രോൾ പമ്പ് റോഡ്, ഏരൂർ പഞ്ചായത്തിലെ പഴയേരൂർ സ്നേഹാരം കോളനി റോഡ്, പുനലൂർ നഗരസഭയിലെ പേപ്പർ മിൽ സ്കൂൾ ശാസ്താംകോണം റോഡിന്റെയും പുനരുദ്ധാരണത്തിനായി തുക അനുവദിച്ചിട്ടുണ്ട്. കുളത്തൂപ്പുഴ പഞ്ചായത്തിലെ സാംനഗർ ഫോറസ്റ്റ് ബൌണ്ടറി റോഡ്, അഞ്ചൽ പഞ്ചായത്തിലെ തഴമേൽ ആയിരവലി ക്ഷേത്രം റോഡ് എന്നിവയ്ക്കും തുക അനുവദിച്ചു. കരവാളൂർ പഞ്ചായത്തിലെ അമ്പലമുക്ക് കനാൽ റോഡിൽ വടക്കേ വാതുക്കൽ കലുങ്ക് നിർമ്മാണവും ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾക്കാണ് യഥാക്രമം 6 ലക്ഷം രൂപ വീതം ആകെ 48 ലക്ഷം രൂപ അനുവദിച്ചത്. ലൈവ് വാർത്ത, പുനലൂർ. പത്തനാപുരം വാഴപ്പാറ കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട വാർഡ് മെമ്പർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ്. പഞ്ചായത്ത് ഓഫീസിൽ കടന്നുകയറി വാർഡംഗം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതായും ആക്ഷേപം. ചെറുകിട കുടിവെള്ള പദ്ധതികളുടെ പരിപാലനവും സംരക്ഷണവും വൈദ്യുത ചാർജ് അടയ്ക്കേണ്ട ചുമതലയും ഗുണഭോക്തൃ സമിതിക്കാണെന്ന യാഥാർത്ഥ്യം നിലനിൽക്കെ വാർഡിലെ ജനങ്ങളെ ഗ്രാമപഞ്ചായത്ത് അംഗം ഷീജ ചന്ദ്രബാബു തെറ്റിദ്ധരിപ്പിച്ച് പഞ്ചായത്തിനെതിരാക്കുകയായിരുന്നുവെന്ന് H. നജീബ് മുഹമ്മദ് പറഞ്ഞു. ഓഡിറ്റിന്റെ നിരന്തരമായിട്ടുള്ള തടസ്സപ്പെടുത്തൽ കാരണവും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് പണം ഈടാക്കുമെന്ന് അന്തിമമായിട്ടിപ്പോൾ ഓഡിറ്റ് പറഞ്ഞിട്ടുള്ളത് കൊണ്ടും ഗവൺമെന്റ് ഉത്തരവ് നടപ്പിലാക്കാനുള്ള ബാധ്യതയുള്ളതുകൊണ്ടും തീർച്ചയായിട്ടും അവിടെ ഇനി ഗുണഭോക്തൃ സമിതി രൂപീകരിച്ച് ഗുണഭോക്താക്കളിൽ നിന്ന് കറണ്ട് ചാർജ് തിരിച്ചടയ്ക്കുന്ന സാഹചര്യം നിർബന്ധിതമായിരിക്കുകയാണ്. അത് പ്രത്യേക രാഷ്ട്രീയ ലക്ഷ്യം വെച്ചൊന്നുമല്ല. ഗവൺമെൻറ് ഉത്തരവ് നടപ്പിലാക്കുക എന്നുള്ള എല്ലാ തൊട്ടടുത്ത മാങ്കോട് വാർഡിൽ പോലും ഇപ്പോഴും ഗുണഭോക്തൃ സമിതിയാണ് കറണ്ട് ചാർജ് ഗുണഭോക്താക്കളിൽ നിന്ന് തിരിച്ചടച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് മാത്രമല്ല കേരളത്തിലൊട്ടാകെ എല്ലാ പഞ്ചായത്തുകളിലും ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സാഹചര്യത്തിലാണ് ഇങ്ങനൊരു തീരുമാനം എടുക്കാൻ നമ്മൾ തയ്യാറായിട്ടുള്ളത്. എന്ന് മാത്രമല്ല, ഇപ്പോൾ ഇങ്ങനൊരു പ്രശ്നം ഉയർന്നു വന്നപ്പോൾ ഞങ്ങളിപ്പോൾ സംസ്ഥാന ലെവലിലുള്ള കോർഡിനേഷൻ കമ്മിറ്റിക്ക് എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ ആളുകൾ പണം തരുന്നില്ല, കറണ്ട് ചാർജ് അടയ്ക്കേണ്ട സാഹചര്യം നിലനിർത്തിയാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നതിനെ സംബന്ധിച്ച് നമ്മൾ വ്യക്തമായും ഗവൺമെൻറ്റിലേക്ക് എഴുതിയിട്ടുണ്ട്. ഓഡിറ്റ് ഒബ്ജക്ഷൻ നിരന്തരമായി നിലനിൽക്കുന്നു. ഉദ്യോഗസ്ഥന്മാർക്ക് പണം അടച്ചാൽ അയാൾക്ക് അതിന് തിരിച്ചടയ്ക്കേണ്ട സാഹചര്യം ഉയർന്നു വരുന്നു. ഇപ്പോൾ എന്ത് ചെയ്യണമെന്നതിനെ സംബന്ധിച്ച് ഗവൺമെൻറ്റിലേക്ക് ഞങ്ങൾ സംസ്ഥാന കോർഡിനേഷൻ കമ്മിറ്റിക്ക് ഇപ്പോൾ അയച്ചു കൊടുത്തിട്ടുണ്ട്. അവരുടെ തീരുമാനം ഉടനെ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പഞ്ചായത്ത് ഓഫീസിൽ അനധികൃതമായി കടന്നുകയറി ഓഫീസ് നിർവഹണം തടസ്സപ്പെടുത്തുകയും ജീവനക്കാരെ ശല്യം ചെയ്യുകയും ചെയ്ത സംഭവത്തിൽ പത്തനാപുരം പോലീസിനോട് നടപടി സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടതായും H. നജീബ് മുഹമ്മദ് പറഞ്ഞു. ഒരു നോട്ടീസ് പോലും പഞ്ചായത്ത് പ്രസിഡന്റിനോ സെക്രട്ടറിയോ നൽകാതെ അവിടെ കുറേ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് ഇവിടെ കൂട്ടിക്കൊണ്ടുവന്ന് ഒരു സമരാഭാസം നടത്തിയിരിക്കുകയാണ്. എൻ്റെ ഓഫീസിൻ്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തിയിട്ടുണ്ട്. അതിന് ഞങ്ങൾ ഓഫീസിൻ്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തിയ ആളുകളുടെ മേലെ നടപടിയെടുക്കാൻ, കേസെടുക്കാൻ, നിയമ നടപടി സ്വീകരിക്കാൻ പോലീസിലേക്ക് കത്ത് കൊടുത്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പുനലൂർ KSRTC ഡിപ്പോയ്ക്ക് മുൻവശത്തെ ഓട്ടോറിക്ഷകളുടെ അനധികൃത പാർക്കിംഗ് അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നു. അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാണ്.
രാത്രികാലങ്ങളിൽ KSRTC ഡിപ്പോയ്ക്ക് മുൻവശത്തെ ഓട്ടോറിക്ഷകൾ അനധികൃത പാർക്കിംഗ് നടത്തുകയാണ്. എല്ലാ മാനദണ്ഡങ്ങളും ലംഘിച്ച് KSRTC ഡിപ്പോയുടെ മുൻവശത്തെ റോഡ് സൈഡിലാണ് അനധികൃത പാർക്കിംഗ്. ഇത് വലിയ അപകടങ്ങൾക്കാണ് ഇടയാക്കുന്നത്. തിരുവനന്തപുരം ഭാഗത്തു നിന്നും വരുന്ന രാത്രികാല ബസ്സുകൾ നിർത്തുന്ന ഭാഗത്ത് തന്നെയാണ് ഓട്ടോറിക്ഷകൾ അനധികൃത പാർക്കിംഗ് നടത്തുന്നത്. ബസ്സുകൾ ഓട്ടോറിക്ഷകളിലേക്ക് ഇടിച്ചു കയറാനും ഇവിടെ ബസ് കാത്തു നിൽക്കുന്ന യാത്രക്കാർക്ക് അപകടങ്ങൾ ഉണ്ടാകാനും ഇതിടയാക്കും. ബന്ധപ്പെട്ടവർ ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കാത്തത് വലിയ പ്രതിഷേധങ്ങൾക്കും ഇടയാക്കുന്നുണ്ട്. അനധികൃത വാഹന പാർക്കിംഗ് ഒഴിവാക്കി അപകടങ്ങൾക്ക് അറുതി വരുത്തണമെന്നാണ് ആവശ്യമുയരുന്നത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഈ നിമിഷമായിരുന്നു എന്റെ സ്വപ്നം. ഈ കാഴ്ചയ്ക്കായിരുന്നു എന്റെ കാത്തിരിപ്പ്. ഈ മുഹൂർത്തത്തിനായിരുന്നു ഞങ്ങളുടെ ജീവിതം. പാലത്ര ഫാഷൻ ജുവലേഴ്സ്, as pure as your love. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം. സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്, ചെമ്മന്തൂർ, പുനലൂർ. മികച്ച പ്രാവീണ്യം നേടിയ ഞങ്ങൾ അലൂമിനിയം പാർട്ടീഷൻ, സൂപ്പർ സ്ലൈഡിംഗ് വിൻഡോസ്, ഫോൾ സീലിംഗ്സ്, സ്ട്രക്ചറൽ ഗ്ലേസിംഗ് കൂടാതെ എല്ലാവിധ അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്ക്സും മെറ്റീരിയൽസും ഞങ്ങളിൽ നിന്ന് മിതമായ വിലയിൽ പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ സൗകര്യാർത്ഥം ചെയ്തു നൽകപ്പെടുന്നു. സിറ്റി അലൂമിനിയം. അഞ്ചൽ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലുള്ള എല്ലാത്തരം രോഗങ്ങൾക്കും പ്രതിവിധി നൽകുന്നു. പരിചയസമ്പന്നരും പ്രഗത്ഭരുമായ ഡോക്ടേഴ്സ്, ഡയാലിസിസ് യൂണിറ്റ്, ബ്ലഡ് ബാങ്ക്, ക്ലിനിക്കൽ ലാബ്, ന്യൂറോ ICU, കാർഡിയക് ICU, സർജിക്കൽ ICU മുതലായ നൂതന സൗകര്യങ്ങളോടുകൂടിയ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ. വിശ്വസ്തയുടെ 24 വർഷങ്ങൾ. P. ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്. പത്തനാപുരത്തും സമീപ പ്രദേശങ്ങളിലുമുള്ള ജനങ്ങളെ സംതൃപ്തരാക്കിക്കൊണ്ട് ഞങ്ങൾ 24 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഒരു വീടിനാവശ്യമായ എല്ലാവിധ സാധനങ്ങളും മിതമായ വിലയ്ക്ക് നൽകുന്ന പത്തനാപുരത്തെ ഏക സ്ഥാപനം P. ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്. കാരുണ്യ മാർബിൾസ്, ഗ്രാനൈറ്റ്സ് ആൻഡ് വെട്രിഫൈഡ് ടൈൽസ്, കല്ലുംകടവ്, പത്തനാപുരം. SS ഫർണിച്ചർ ആൻഡ് ഇലക്ട്രോണിക്സ്, പുളിമുക്ക്, കുന്നിക്കോട്. നിലമ്പൂർ തേക്കിൽ തീർത്ത അലമാരകൾക്കായി പ്രത്യേക ഷോറൂം ഒരുക്കിയിരിക്കുന്നു. തേക്കിൽ നിർമ്മിച്ച സെറ്റ്, ദിവാൻ കോട്ട്, സ്റ്റീൽ അലമാര, കട്ടിൽ, TV സ്റ്റാൻഡ്, കിച്ചൺ സ്റ്റാൻഡ്, സാരി സ്റ്റാൻഡ്, ടീപ്പോ, 2 കസേരകൾ, 2 തലയിണകൾ എന്നിങ്ങനെ 70,000 രൂപ വില വരുന്ന ഗൃഹോപകരണങ്ങൾ ഇപ്പോൾ വെറും 40,000 രൂപയ്ക്ക്. ഫർണിച്ചർ ആൻഡ് ഇലക്ട്രോണിക്സ്, പുളിമുക്ക്, കുന്നിക്കോട്. JS ഫാഷൻ ജുവല്ലേഴ്സ്, SBT ബാങ്കിന് സമീപം, അഞ്ചൽ. 916 വിലയ്ക്ക് BS ഹോൾമാർക്ക് സ്വർണ്ണം ലഭിക്കുന്ന അഞ്ചലിലെ ഏക സ്ഥാപനം JS ഫാഷൻ ജുവല്ലേഴ്സ്, അഞ്ചൽ. ഫോൺ 9847999874. ഞങ്ങളുടെ സഹോദര സ്ഥാപനം JS വെഡിംഗ് പാലസ്, അഞ്ചൽ. ഒറിജിനൽ പട്ടുസാരികൾ, കേരള സാരികൾ, ലാച്ചുകൾ, ചുരിദാറുകൾ, മേൽത്തരം കമ്പനികളുടെ ഷർട്ടുകൾ, മുണ്ടുകൾ, കിഡ്സ് വെയർ, എല്ലാത്തരം വസ്ത്രങ്ങളും ഏറ്റവും കുറഞ്ഞ വിലയിൽ. JS വെഡിംഗ് പാലസ്, അഞ്ചൽ. ഇടവൺ ആനപ്പെട്ടക്കോങ്കൽ കാവിൽ മോഷണം. കഴിഞ്ഞ ദിവസം രാത്രിയിൽ 50-ൽ പരം വിളക്കുകളാണ് കാവിൽ നിന്ന് മോഷണം പോയത്. ഇടമൺ ആനപ്പെട്ടക്കൊങ്കൽ 3 കണ്ണർ പാലത്തിന് സമീപമുള്ള കാവിലാണ് കഴിഞ്ഞ ദിവസം രാത്രി മോഷണം നടന്നത്. കാവിലെ 50-ൽ പരം വിളക്കുകൾ മോഷണം പോയതായി സമീപവാസികൾ പറയുന്നു. 100 വിളക്കുണ്ടായിരുന്നു. അതിലെ വലിയ വിളക്കെല്ലാം കൊണ്ടുപോയി. മെനിയാന്ന് പായസം വെപ്പുണ്ടായിരുന്നു. ആഴ്ചതോറും വെള്ളിയും ചൊവ്വായി എല്ലാ ദിവസവും വിളക്ക് തീരും. പട്ടും അതും ഇതും എല്ലാവരും കൊണ്ടുവെക്കുന്നുണ്ട്. ഇപ്പം മെനിയാന്നാ ഞങ്ങളിത് കാണുന്നത് വിളക്കില്ല എന്നുള്ളത്. പല വലിപ്പത്തിലുള്ള വിളക്കുകളാണ് മോഷ്ടാക്കൾ അപഹരിച്ചത്. ജാതി മതഭേദമന്യേ സമൂഹത്തിലെ നാനാതുറകളിൽ നിന്നുള്ള ആളുകൾ ആരാധിച്ചു വരുന്ന കാവാണ് ഇത്. നാടോടി സംഘങ്ങളെ സംശയമുണ്ടെന്നും ചില സമീപവാസികൾ പറയുന്നു. തെന്മല പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. 100 വിളക്കോളം ഉണ്ടായിരുന്നു. ഇന്നലെ വൈകിട്ട് വിളക്ക് കത്തിക്കാനായിട്ട് ഒരു അമ്മ എത്തിയപ്പോഴാണ് പറയുന്നത് ഇതേപോലെ വിളക്ക് മോഷണം പോയെന്നും. എന്റെ സംശയം ഇപ്പോൾ ഈ ആക്രി വ്യാപാരികൾ കൂടുതലായിട്ട് ഇറങ്ങുന്നുണ്ട്. അവന്മാരെങ്ങാനും എന്തെങ്കിലും ചെയ്തതാണോന്നും അറിയത്തില്ല. നമുക്കിപ്പോൾ വ്യക്തിപരമായ ഒരാളുടെ പേരോ ഇതോ പറയാനൊക്കത്തില്ല. അതായത് ഇതേപോലെ തന്നെ ഒരു 150 വിളക്കോളം ഉണ്ടായിരുന്നു. ഇതിൽ ഉള്ളത് വെച്ച് ഏറ്റവും വലിയ വിളക്കുകൾ നോക്കിയിട്ടാണ് മോഷണം പോയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. അഞ്ചൽ അഗസ്ത്യക്കോട് ശ്രീകൃഷ്ണ വിലാസം ഗ്രന്ഥശാല A ഗ്രേഡിന്റെ തിളക്കത്തിൽ. ചുരുങ്ങിയ കാലം കൊണ്ട് ശ്രദ്ധേയമായ പ്രവർത്തനമാണ് ഗ്രന്ഥശാല പ്രവർത്തകർ കാഴ്ചവെച്ചത്. വിവിധ കാരണങ്ങളാൽ 5 വർഷക്കാലത്തോളം ശ്രീകൃഷ്ണ വിലാസം ഗ്രന്ഥശാല
പ്രവർത്തനമില്ലാതെ അടഞ്ഞുകിടക്കുകയായിരുന്നു. 10,000-ലധികം പുസ്തകങ്ങൾ ഉണ്ടായിരുന്ന ഈ ഗ്രന്ഥശാലയിൽ കയ്യെഴുത്തു മാസികകളും നിരവധി അമൂല്യ ഗ്രന്ഥങ്ങളും ചിതലെടുത്ത് നശിച്ചു പോവുകയും ഡി ഗ്രേഡിലേക്ക് തരം താഴ്ത്തപ്പെടുകയും ചെയ്തു. എന്നാൽ ശൈവ വൈഷ്ണവ സംഘം എന്ന യുവജന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ നടന്ന നിരവധി പ്രതിഷേധങ്ങളുടെയും സമരങ്ങളുടെയും ഫലമായി ഗ്രന്ഥശാലയിൽ യുവജനങ്ങളുടെ നേതൃത്വത്തിൽ പുതിയ ഭരണസമിതി നിലവിൽ വരികയും തുടർന്ന് പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. ചുരുങ്ങിയ കാലം കൊണ്ട് ശ്രദ്ധേയമായ നിരവധി പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ ഭരണസമിതിക്ക് സാധിച്ചു. ഗ്രന്ഥശാല സംഘത്തിന്റെ 70ാം വാർഷികത്തോടനുബന്ധിച്ച് നടന്ന പുസ്തക ശേഖരണത്തിലും അംഗത്വം ചേർക്കലിലും ഉയർന്ന പ്രവർത്തനം കാഴ്ചവെച്ചതിന്റെ ഫലമായി പുനലൂർ താലൂക്കിലെ മികച്ച പ്രവർത്തനത്തിനുള്ള ഗ്രന്ഥശാലയുടെ ക്യാഷ് അവാർഡും ശ്രീകൃഷ്ണവിലാസം ഗ്രന്ഥശാല കരസ്ഥമാക്കി. നിരവധി മെഡിക്കൽ ക്യാമ്പുകൾ, കുട്ടികൾക്കായി കൌൺസിലിംഗ് ക്ലാസുകൾ, സൗജന്യ ഗ്രാമർ ക്ലാസുകൾ, ചികിത്സാ ധനസഹായ വിതരണം, ശുചീകരണ പ്രവർത്തനങ്ങൾ, വായനാ മത്സരങ്ങൾ തുടങ്ങി നിരവധി പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ ചുരുങ്ങിയ സമയം കൊണ്ട് ഈ ഗ്രന്ഥശാലയ്ക്ക് സാധിച്ചു. യുവജനങ്ങളുടെ കാര്യശേഷിയും നാട്ടുകാരുടെ സഹകരണവും അധികാരികളുടെ പ്രോത്സാഹനവും ഒത്തുചേർന്നപ്പോൾ എ ഗ്രേഡ് എന്ന ലക്ഷ്യപ്രാപ്തി കൈവരിക്കാൻ ഗ്രന്ഥശാലയ്ക്ക് എളുപ്പമായി. ഇനി സൗജന്യ PSC കോച്ചിംഗ് ക്ലാസ് എന്ന ലക്ഷ്യത്തിലേക്കാണ് ഗ്രന്ഥശാല മുന്നേറുന്നത്. ഇതിനായി ഗ്രന്ഥശാലയുടെ മുകൾ ഭാഗം റൂഫ് ചെയ്യുന്നതിനായി പഞ്ചായത്ത് അധികാരികളെ സമീപിച്ചിരിക്കുകയാണ് ഗ്രന്ഥശാല ഭരണസമിതി. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പ്രധാന വാർത്തകൾ. 2017 മാർച്ചിൽ പുനലൂർ ചെങ്കോട്ടപ്പാതയിൽ ട്രെയിൻ ഓടുമെന്ന റെയിൽവേ. എറണാകുളം പുനലൂർ പാസഞ്ചറിനും സാധ്യത. ഇടവൺ ആനപ്പെട്ട കൊങ്കൽക്കാവിൽ മോഷണം പോയത് 50-ൽ പരം വിളക്കുകൾ. പത്തനാപുരം വാഴപ്പാറ കുടിവെള്ള പദ്ധതിയുമായി പഞ്ചായത്ത് അംഗം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നെന്ന് പരാതി. പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് പഞ്ചായത്ത് അംഗമെന്നും ആക്ഷേപം. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റായ livevarta.com സന്ദർശിക്കുക. നമസ്കാരം. വാർത്തയ്ക്കുള്ളിലെ കാഴ്ചകൾ, കാഴ്ചയുടെ കാണാപ്പുറങ്ങളിലെ നർമ്മരസങ്ങൾ. പോയ ആഴ്ചയിലെ വാർത്തകളിലൂടെ ഒരു ഓട്ടപ്രദക്ഷിണം, ആഴ്ചവട്ടം കാണാൻ മറക്കരുത്. പറഞ്ഞാലും നേരും പറയണം, ഓരോന്നു തോന്നിയ നന്നല്ല. നിങ്ങൾ ഓർമ്മയിൽ വെച്ചത് പൊന്നല്ല. നെല്ലും പതിരും തിരിച്ചറിഞ്ഞിടണം. എല്ലാരും മാവേലിമാരല്ല, നമ്മളെല്ലാം ഹരിചന്ദ്രന്മാരല്ല.